പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാനെ നമുക്ക് നന്ദി പറയാം. ഈശോയെ, എന്നെയും എന്റെ കുടുംബത്തെയും ഇന്ന് വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ, വിശദീകരിക്കണമേ, അങ്ങ് സ്വർഗത്തിന്റെ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങള് 6:17 അനുസരിച്ച് ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ. 5-ാം പ്രമാണ ലംഘനമാണ്. അതെന്താ? കൊലപാതകം. ഇന്ന് കൊലപാതകങ്ങളൊക്കെ പെരുകി വരുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എത്രയെത്ര കൊലപാതകങ്ങൾ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ എത്ര കൊലപാതകങ്ങളാണ് നടക്കണേ. നൈജീരിയയില് നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്ര കത്തോലിക്കരെയാ ഈശോയിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കണേ. കർത്താവ് വെറുക്കുന്ന പാപങ്ങളിലൊന്നാ നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈകൾ എന്ന് പറയുക. ഇത് കൊലപാതകത്തിന്റെ കാര്യം. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ളൊരു പാപമാണ് ഈ ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. ഒരു ഫീറ്റസ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ജീവനുള്ള ഒരു വ്യക്തിയായിട്ടാണ് സഭ അതിനെ കാണുക. ദൈവമാണ് ഒരു മനുഷ്യന് ജീവൻ നൽകുക. നമുക്ക് ആർക്കും, ഒരു മനുഷ്യനും ഒരു ജീവനെ നശിപ്പിക്കാനുള്ള അധികാരം ദൈവം തന്നിട്ടില്ല. ഭ്രൂണഹത്യകള് പെരുകി വരാണ്. എത്രയോ അമ്മമാരാണെന്നറിയും. മലപ്പുറത്തുള്ള മരിയൻ ധ്യാന കേന്ദ്രത്തില് എത്രയോ ഫാമിലീസ് ആണെന്നറിയോ. കുഞ്ഞില്ല, കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ, നിങ്ങൾ ദിവ്യബലിയിൽ സമർപ്പിക്കണേ, നൊവേനയിൽ സമർപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞു വരിക. കുഞ്ഞ് ഇല്ലാത്തവന് എത്രമാത്രം വേദനയുണ്ടെന്നറിയോ. ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും കൊന്നുകളയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഒരു കുഞ്ഞിനെയും കൊന്നുകളയാനുള്ള അതോറിറ്റി നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ഒരിക്കലും ഞാൻ ഓർക്കുകയാണ്, എന്തിനാണ് അബോർഷൻ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ആ സ്ത്രീ പറയുമായിരുന്നു, അച്ഛാ പെട്ടെന്നായിപ്പോയി. വേറൊരു ചേട്ടൻ പറയുമായിരുന്നു, അച്ഛാ സാമ്പത്തികമായി സ്റ്റേബിൾ ആയിരുന്നില്ല. വേറൊരു സഹോദരി പറയുമായിരുന്നു, അച്ഛാ മാനസികമായിട്ട് തയ്യാറായില്ല. എത്ര ന്യായീകരണങ്ങളാണ് മനുഷ്യനിൽ നിന്ന് വരിക എന്നറിയോ. എന്തൊക്കെ ആയാലും ദൈവത്തിന്റെ പ്ലാനാ ഒരു കുഞ്ഞെന്ന് പറയുക. ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ യാതൊരു അധികാരവും നിനക്കില്ല. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ അബോർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അച്ഛൻ പറയാണ്, അതിൽ നിന്ന് പിന്തിരിയണം. ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു പാപമാണെന്നുള്ളൊരു ബോധ്യവും നിനക്കുണ്ടാവണം. ജീവനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ജീവന്റെ സംരക്ഷകരായി മാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.